വെൽക്കം ബാക്ക് ടു ലേണിനോ. RRB JE പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണിത്. അപ്പോൾ ഓൾറെഡി നമുക്ക് അറിയാം, ഈ വർഷം തന്നെ നമുക്ക് RRB JEയുടെ നോട്ടിഫിക്കേഷൻ വരുന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ എക്സാംസ് ആണ്, റെയിൽവേ എക്സാംസ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. ഒരു ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഷെഡ്യൂൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വിച്ച് മീൻസ് നമുക്കിപ്പോൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പൊ RRB JE എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൽ പഠിക്കേണ്ടതെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. സോ നോക്കാം. സോ RRB JE എക്സാം എന്ന് പറയുമ്പോൾ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കാണ് ഈ എക്സാം എഴുതാനായിട്ട് പറ്റുക. അത് വേരിയസ് സ്ട്രീംസിൽ അത് വിളിക്കും. ഇപ്പൊ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ. അപ്പൊ കറസ്പോണ്ടിങ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഏജ് ലിമിറ്റ് ഉണ്ടെന്നുള്ളത് മാത്രമാണ്. 18 to 33 years ആണ്. അതിനുള്ളിലുള്ളവർക്കൊക്കെ തന്നെ ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഒരു നല്ലൊരു സൂപ്പർവൈസറി റോൾ ആയിരിക്കും RRB JE എന്ന് പറയുന്നത്. നല്ലൊരു സ്കെയിൽ ഓഫ് പേയിലൊക്കെ വരുന്ന ഒരു ജോബാണ്. പിന്നെ RRB JE കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൽ നമുക്ക് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ജനറൽ ആയിട്ടുള്ള ഇപ്പോൾ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതേപോലെ തന്നെ ജനറൽ സയൻസ്, ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി ടെക്നിക്കൽ പാർട്ടിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ ഈ ടെക്നിക്കൽ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും ഇതിന്റെ ടെക്നിക്കൽ പാർട്ട്. അവർക്ക് കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരുന്നത് ജനറൽ പാർട്ടിലായിരിക്കുന്നു മാത്രം. അതായത് പൊതുവെ ടെക്നിക്കൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരെ കുറച്ച് എഫേർട്ട് ഈ പറഞ്ഞ പോലെയുള്ള കറണ്ട് അഫയേഴ്സ്, ജനറൽ നോളജ്, ജനറൽ സയൻസ്, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്ങിനൊക്കെ ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അതിനൊരു എക്സാം പാറ്റേൺ നോക്കാം. അപ്പൊ നമ്മൾ RRB JEയുടെ ഒരു സെലക്ഷൻ പാറ്റേൺ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്റ്റേജിലാണ് എക്സാംസ് വരുന്നത്. CBT സ്റ്റേജ് 1 ആൻഡ് CBT സ്റ്റേജ് 2. പിന്നെ അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷനും പിന്നെ ഫൈനൽ സെലക്ഷനിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പൊ ഇതിനകത്ത് ഈ CBT 1 എന്ന് പറയുന്ന ആക്ച്വലി ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. CBT 1 ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് CBT 2 എഴുതാനായിട്ട് പറ്റുള്ളൂ. CBT 1 നമുക്ക് വരുന്ന സബ്ജക്ട്സ് മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്. ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഫിസിക്സും കെമിസ്ട്രിയും ലൈഫ് സയൻസും ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ. ഇനി രണ്ടാമത്തെ സ്റ്റേജ് CBT 2 എഗെയിൻ നമ്മൾ ഈ പറഞ്ഞ പോലെ ജനറൽ അവയർനെസ്സും അതേപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയും അതിനകത്ത് വരും. പിന്നെ വരുന്ന ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ. അതിൽ കുറച്ച് പോർഷൻസ് പഠിക്കാനുണ്ട്. അതിനുശേഷം ടെക്നിക്കൽ അബിലിറ്റി, അത് 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, 100 മാർക്കിനുള്ള പേപ്പർ ആയിരിക്കും. അപ്പോൾ CBT 1 നമുക്ക് ഈ പറഞ്ഞ പോലെ മാത്സും റീസണിങ്ങും ഒക്കെ വരുന്നത്. ജനറൽ അവയർനെസ്സും ജനറൽ സയൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് CBT 2 ഉണ്ടാവും. അത് കൂടാതെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, അതിനും പർട്ടിക്കുലർ വെയിറ്റേജ് ഉണ്ട്. ദെൻ 100 മാർക്കിന് നമ്മൾ ഏതാണോ, ഇപ്പൊ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ്, അതിന്റെ സിലബസ് പഠിക്കുവാണ് വേണ്ടത്. സോ ഇതാണ് JEയുടെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ CBT 1, CBT 2 നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇനി CBT 1 നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. CBT 1 നമ്മൾ പറഞ്ഞു മാത്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്. മാത്സിലാണെന്നുണ്ടെങ്കിൽ നമ്പർ സിസ്റ്റം, ബോർഡ് മാത്സ്, ഡെസിമൽ, ഫ്രാക്ഷൻ, LCM, HCF, റേഷ്യോ, പ്രപ്പോർഷൻ, പെർസെൻറ്റേജ്, ടൈം വർക്ക്, ടൈം ഡിസ്റ്റൻസ്, പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ലോസ്, ആൽജിബ്ര, ജോമെട്രി, ട്രിഗ്നോമെട്രി, എലിമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ക്വയർ റൂട്ട്, ഏജ് കാൽക്കുലേഷൻ, കലണ്ടർ ആൻഡ് ക്ലോക്ക്, പൈപ്സ് ആൻഡ് സിസ്റ്റംസ്. നോർമലി നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന ടോപ്പിക്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി റീസണിങ്ങിലാണെങ്കിൽ നമുക്ക് അനലോഗീസ്, ആൽഫബറ്റിക് ആൻഡ് ന്യൂമറിക് സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, റിലേഷൻ, സിലോജിസം, jumbling, Venn diagram, data interpretation and sufficiency, conclusion and decision making, similarity and difference, analytic reasoning, classification, directions, statements and arguments, assumptions. Okay, reasoning type question. General awareness നമ്മൾ മെയിൻ ആയിട്ട് കറണ്ട് അഫയേഴ്സ്, പിന്നെ ഇന്ത്യ, ജോഗ്രഫി, കൾച്ചർ, ഹിസ്റ്ററി, അതേപോലെ തന്നെ പോളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കോണമി, എൻവയോൺമെന്റൽ ഇഷ്യൂസ്, സ്പോർട്സ്, ജനറൽ സയന്റിഫിക് ടെക്നോളജി ഡെവലപ്മെന്റ്, ഇതൊക്കെ കുറച്ചുകൂടെ കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. അപ്പൊ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ജനറൽ സയൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ
ഫിസിക്സും കെമിസ്ട്രിയും ലൈഫ് സയൻസും ആണ് അപ് ടു 10th സ്റ്റാൻഡേർഡ് എന്നാണ് പറഞ്ഞത് CBSE സിലബസ്. 10th +2 ലെവലിൽ നമ്മൾ ഏകദേശം ഫിസിക്സും കെമിസ്ട്രിയും ലൈഫ് സയൻസും നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ CBT 1 നെ കുറിച്ച് പറയുന്നത്. അപ്പൊ CBT 1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറേ അധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാം, കുറേ അധികം MCQs ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ക്രീൻ ടെക്സ്റ്റ് കടക്കാൻ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇനി CBT 2ലേക്ക് പോയി കഴിഞ്ഞാൽ അഗൈൻ നമ്മൾ ഇതിൽ അഡീഷണൽ പ്രിപ്പറേഷൻ ഒന്നും ജനറൽ അവയർനെസ്സിന് ആവശ്യമില്ല, ഫിസിക്സ് കെമിസ്ട്രിക്കും ആവശ്യമില്ല. ഇതിൽ ലൈഫ് സയൻസ് വരുന്നില്ല, ഫിസിക്സ് കെമിസ്ട്രി മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, സ്റ്റോറേജ് ഡിവൈസ്, നെറ്റ്വർക്കിംഗ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ്, ലിനക്സ്, MS ഓഫീസ്, ഇന്റർനെറ്റ്, ഇമെയിൽ, വെബ്സൈറ്റ്, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിൽ വരുന്നത്. പിന്നെ ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, അതും വളരെ ജനറൽ ആയിട്ടുള്ള എയർ, വാട്ടർ ആൻഡ് നോയ്സ് പൊല്യൂഷൻ, വേസ്റ്റ് മാനേജ്മെന്റ്, ഗ്ലോബൽ വാർമിംഗ്, ആസിഡ് റെയിൻ, ഓസോൺ ഡിപ്ലീഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് CBT 2 വരുന്നത്. ഇനിയാണ് നമ്മൾ ടെക്നിക്കൽ. അപ്പോൾ അതിൽ നമ്മൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും വരിക. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ഞാൻ ഇലക്ട്രോണിക്സിന്റെ പറയാം. ഇലക്ട്രോണിക്സിലാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇലക്ട്രോണിക് കമ്പോണൻസ് ആൻഡ് മെറ്റീരിയൽസ്, ഇപ്പൊ സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ, മാഗ്നറ്റിക് മെറ്റീരിയൽസ്, അതേപോലെ തന്നെ സെൽസ്, ബാറ്ററീസ്, റിലേസ്, സ്വിച്ചസ്, MCB, കണക്ടേഴ്സ്, കേബിൾസ്, OFC, ഇതൊക്കെ ഫസ്റ്റ് പഠിക്കേണ്ട കമ്പോണൻസ് ആൻഡ് മെറ്റീരിയൽസ് എന്നുള്ളതിൽ. ദെൻ ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സിലാണെങ്കിൽ ഡയോഡ്, ട്രാൻസിസ്റ്റർ, ആംപ്ലിഫയർ, ഓസിലേറ്റർ, മൾട്ടി വൈബ്രേറ്റർ, കൗണ്ടർ, റെക്ടിഫയർ, ഇൻവെർട്ടർ, UPS എല്ലാം വരും. പിന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലാണെങ്കിൽ നമ്പർ സിസ്റ്റം, ദെൻ ബൂളിയൻ ആൾജിബ്ര, ലോജിക് ഗേറ്റ്, കോമ്പിനേഷണൽ ആൻഡ് സീക്വൻഷ്യൽ സർക്യൂട്ട്, കൗണ്ടേഴ്സ്, മെമ്മറീസ്, ഇത് നോർമലി നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ഇപ്പൊ ടെക്നിക്കൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അറിയാം, ജനറൽ ആയിട്ട് നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ വരുന്ന ടോപ്പിക് തന്നെയാണ്. പിന്നെ LIC, ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടിലാണെങ്കിൽ ഒപാമ്പ്, ലീനിയർ ആപ്ലിക്കേഷൻ, നോൺ ലീനിയർ ആപ്ലിക്കേഷൻ, ടൈമർ, ഫേസ് ലോക്ക് ലൂപ്പ്. ദെൻ മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ, 8085 മൈക്രോ പ്രോസസർ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മൈക്രോ കൺട്രോളറും ജനറൽ ആയിട്ട് അതിന്റെ അസംബ്ലി ലാംഗ്വേജ്, പ്രോഗ്രാമിംഗ്, പെരിഫറൽസ് എല്ലാം അറിഞ്ഞിരിക്കണം. ദെൻ മെഷർമെന്റ്സിലാണെന്നുണ്ടെങ്കിൽ ബേസിക് മെഷർമെന്റ് പ്രിൻസിപ്പിൾ, CRO, LCD, LED, ട്രാൻസ്ഡ്യൂസർ. കമ്മ്യൂണിക്കേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ മോഡുലേഷൻ ടെക്നിക്സ്, മൾട്ടിപ്ലക്സിംഗ്, വേവ് പ്രൊപ്പഗേഷൻ, ട്രാൻസ്മിഷൻ ലൈൻ ക്യാരക്ടറിസ്റ്റിക്സ്, OFC, പബ്ലിക് അഡ്രസ് സിസ്റ്റം, റഡാർ, സെല്ലുലാർ ആൻഡ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഓവറോൾ ആയിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്കിൽ ഹാർഡ്വെയർ ഇന്റർഫേസ്, ഇൻട്രൊഡക്ഷൻ ടു നെറ്റ്വർക്കിംഗ് ബേസിക്സ് ആണ് ഇതിൽ നമുക്ക് പഠിക്കേണ്ടത്. ദെൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് നമ്മൾ സിയും C++ഉം ഓവറോൾ ആയിട്ട് ഇതിനകത്ത് അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ ബേസിക് ഇലക്ട്രിക്കലില് DC സർക്യൂട്ട്, AC ഫണ്ടമെന്റൽസ്, തെർമൽ ആൻഡ് കെമിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്, ഇൻസ്റ്റലേഷൻ, മെയിൻ്റനൻസ്, ടെസ്റ്റിംഗ്, ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോണിക്സിൽ വരെ. ഇതിൽ നിന്നായിരിക്കും നമുക്ക് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇനി ഇലക്ട്രിക്കലിന്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്, റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ്, കറണ്ട്, വോൾട്ടേജ്, പവർ കാര്യങ്ങളൊക്കെ. പിന്നെ സർക്യൂട്ടിലോ KVL, KCL, നെറ്റ്വർക്ക് തിയറം. മാഗ്നറ്റിക് സർക്യൂട്ടിലാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള ടേംസ് എല്ലാം പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ മാഗ്നറ്റിക് കാൽക്കുലേഷൻ ഫോർ കണ്ടക്ടേഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, സെൽഫ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ, അതൊക്കെ. നെക്സ്റ്റ് വരുന്ന AC ഫണ്ടമെന്റൽസ് ആണ്. അതിലെ കംപ്ലീറ്റ് ടേംസ്, RLC സർക്യൂട്ട്സ്, ത്രീ ഫേസ് പവർ, സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻ, റെസിഡൻസ് കണ്ടീഷൻ, അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. നെക്സ്റ്റ് മെഷർമെന്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിലാണെങ്കിൽ മെഷർമെന്റ് ഓഫ് പവർ, എനർജി, അതേപോലെ തന്നെ ഫ്രീക്വൻസി, ഫേസ് ആംഗിൾ, മൾട്ടിമീറ്റർ, മെഗർ, അങ്ങനെയുള്ള ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചും മെഷർമെന്റ്സിനെ കുറിച്ചും ഒക്കെ ഓവറോൾ ആയിട്ട് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് മെഷീൻസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ DC മോട്ടർ, DC മെഷീൻസ് ആണ് ഫസ്റ്റ് പറയുന്നത്. അപ്പൊ അതിൽ നമുക്ക് DC മോട്ടർ, അതേപോലെ തന്നെ DC ജനറേറ്റർ, പിന്നെ ട്രാൻസ്ഫോമേഴ്സ് വരുന്നുണ്ട്, ഓട്ടോ ട്രാൻസ്ഫോമർ വരുന്നുണ്ട്, പിന്നെ ഇൻഡക്ഷൻ മോട്ടർ വരുന്നുണ്ട്, അതിൽ സിംഗിൾ ഫേസ്, 3 ഫേസ്, അങ്ങനെ മെഷീൻസ് ഏകദേശം കംപ്ലീറ്റ് ടോപ്പിക്സ് അതിനകത്ത് വരും. പിന്നെ സിങ്ക്രണസ് മെഷീൻസിലാണെന്നുണ്ടെങ്കിൽ 3 ഫേസ് EMF ജനറേഷൻ എങ്ങനെയാണ്, അതിന്റെ വോൾട്ടേജ് റെഗുലേഷൻ, സ്റ്റാർട്ടിംഗ് ആപ്ലിക്കേഷൻസ്, കാര്യങ്ങളെല്ലാം. പിന്നെ പവർ സിസ്റ്റം ടോപ്പിക്കിലാണെങ്കിൽ ജനറേഷനും ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനും, വിച്ച് മീൻസ് എൻറ്റയർ പവർ സിസ്റ്റം നമ്മൾ ഇതിനകത്ത്
പഠിക്കണം. പവർ സിസ്റ്റം എന്ന് പറയുന്ന ആ സബ്ജക്ട് നമുക്ക് അറിയാം. അതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നത്. അപ്പൊ അത് കംപ്ലീറ്റ് ടോപ്പിക് ഉണ്ട്. ദെൻ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് ആണ് അടുത്തത്. എസ്റ്റിമേഷൻ ഓഫ് ലൈറ്റിംഗ് സ്കീം, ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ, ഐ റൂസ്, എർത്തിങ് കാര്യങ്ങളൊക്കെ, യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി, ഇലുമിനേഷൻ, ഇലക്ട്രിക് ഹീറ്റിംഗ്, ഇലക്ട്രിക് വെൽഡിംഗ്, ഇലക്ട്രോപ്ലേറ്റിംഗ്, ഇലക്ട്രിക് ഡ്രൈവ്സ്, പിന്നെ ബേസിക് ഇലക്ട്രോണിക്സിൽ നമുക്ക് ഡയോഡും ട്രാൻസിസ്റ്ററും തുടങ്ങിയ ഡിവൈസസും ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കലിന്റെ സിലബസ് വരുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും എക്സാം പാറ്റേണും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോച്ചിങ്ങിന്റെ ഡീറ്റെയിൽസ് പറയാം. അപ്പൊ നമുക്ക് RRB JEE നമുക്ക് പ്രീമിയം കോഴ്സിന്റെ, അതായത് CBT 1ഉം CBT 2ഉം കമ്പൈൻഡ് ആയിട്ട്, ഇപ്പോൾ JEE പ്രിപ്പയർ ചെയ്തവർ ഈ സ്ക്രീനിങ് ടെസ്റ്റ് കടക്കാതിരിക്കുക എന്നുള്ള ഒരു കാര്യം ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിടക്കാവുന്നേ ഉള്ളൂ. അപ്പൊ CBT 1 CBT 2 ഒരുമിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഇനി അതല്ല, ഇപ്പൊ നിങ്ങൾ ഓൾറെഡി വേറെ എവിടെയെങ്കിലും ഇപ്പൊ CBT 1ൽ നമ്മൾ വരുന്നത് റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അപ്പൊ അത് പഠിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ പാർട്ട് അല്ലെങ്കിൽ CBT 2 മാത്രം മതി എന്നുണ്ടെങ്കിൽ CBT 2 മാത്രമായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇലക്ട്രോണിക്സിന് മാത്രമായിട്ട് നമ്മളെ കോഴ്സ് അവൈലബിൾ ആണ്. ദെൻ അതേപോലെ തന്നെ നമ്മൾ ഇലക്ട്രിക്കലിനും CBT 1 ആൻഡ് CBT 2 കമ്പൈൻഡ് ആയിട്ടുള്ള കോഴ്സ് ഉണ്ട്. CBT 2 മാത്രമായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കോഴ്സും അവൈലബിൾ ആണ്. ഇനി CBT 1ന് മാത്രമായിട്ട്, ഇനിയിപ്പോ സ്ക്രീനിങ് ടെസ്റ്റ് കഴിഞ്ഞിട്ടേ CBT 2 പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ എന്നുള്ളവർക്കാണെങ്കിൽ നമ്മൾ RRB CBT 1 കോഴ്സ് ഉണ്ട്. ഇത് JEEക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ALP എക്സാം, ഗ്രൂപ്പ് ഡി, NTPC ഏത് പരീക്ഷ എഴുതുകയാണെന്നുണ്ടെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും. കാരണം അതിലൊക്കെ ഈ CBT 1 എന്ന് പറയുന്നത് സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് CBT 1ന് മാത്രമായിട്ടുള്ള ഒരു പ്രീമിയം കോഴ്സ് ഉണ്ട്. സോ അത് മാത്രം പഠിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ CBT 1 എക്സാമും CBT 2 എക്സാമും നമ്മൾ ഒരുപാട് വലിയ ഗ്യാപ്പ് ഒന്നും ഉണ്ടാവില്ല. 1 to 2 months ഒക്കെ ഗ്യാപ്പാണ് വരുന്നത്. അപ്പൊ അതിനുശേഷം മാത്രം CBT 2 പഠിച്ചു തുടങ്ങണം എന്ന് പറയുന്നില്ല. കാരണം CBT 2ൽ നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. ടെക്നിക്കൽ ഒക്കെ നമുക്ക് CBT 2ലാണ് പഠിക്കാനുള്ളത്. JEEയുടെ മാത്രമല്ല, ALPയുടെ കേസും. അപ്പൊ CBT 1 എന്ന് പറഞ്ഞ സ്ക്രീൻ ടെസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ അത് കയറും എന്ന് വിശ്വസിച്ച് രണ്ടും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത് പോകുന്നതാണ് നല്ലത്. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഇപ്പൊ നിങ്ങൾ ഏത് കോഴ്സ് ആണോ ജോയിൻ ചെയ്യേണ്ടത് അതിൽ ജോയിൻ ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അതിനകത്ത് പർച്ചേസ് ചെയ്യാം. നമ്മുടെ കോഴ്സുകളിലൊക്കെ തന്നെ ലെക്ചേഴ്സും MCQസും അതിന്റെ നോട്ട്സും ടെസ്റ്റ് സീരീസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും എല്ലാം നമ്മൾ ഇൻക്ലൂഡഡ് ആണ്. So that's about RRB JEE. Thank you.